ഹേ ഗേസ് ഗെയിമിംഗ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഗേസ്. അപ്പം നമ്മൾ ഇന്ന് വന്നത് രാവിലെ ആയപ്പോൾ നമ്മുടെ ഷിൻചാനെ സ്കൂളിലോട്ട് വിട്ടു. നമ്മുടെ ഷിൻചാൻ ഇന്ന് രാവിലെ 9 മണിയൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ വിട്ടു. സോ ഇപ്പം മണി 9:30 ആയിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് എന്തായാലും ഒരു കാര്യമായിട്ട് നമ്മൾ പുറത്തോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്കൊരാൾ പൈസ തരാനുണ്ട്, ഒരു 50,000 രൂപ ഒരാൾ നമുക്ക് തരാനുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ ഒരു പുതിയ വണ്ടിയിൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇത് ഇന്നലെ വാങ്ങിച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അതൊന്നും അധികം ഓടിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മൾ ഷിൻചാനുമായിട്ട് ചുമ്മാ ഒന്ന് കറങ്ങി, അല്ലാതെ ഒന്നും പോയൊന്നുമില്ല. സോ ഗെയ്സ്, ഈ ഒരു വണ്ടി വാങ്ങിച്ച വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട്, അത് കഴിഞ്ഞ വീഡിയോ ആയിരുന്നു വണ്ടി വാങ്ങിച്ച വീഡിയോ. സോ അത് കാണാത്തവരൊക്കെ അതൊന്ന് പോയി കാണുക. സോ നമുക്ക് എന്തായാലും നമ്മൾ പോകുമ്പോൾ നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലും കൂടെ ഒന്ന് കയറാൻ ഗൈസ്. അതായത് ഈ വണ്ടി വാങ്ങിച്ചിട്ട് മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് ആ വഴി അങ്ങോട്ട് പോകാം. അതായത് മൈക്കിളിൻ്റെ വീടിന് പുറകിലാണ് നമുക്ക് പോകേണ്ട വീട്. ഓക്കെ, നമുക്ക് എന്തായാലും മൈക്കിളിൻ്റെ വീട്ടിൽ ഗെയ്സ്. അപ്പോൾ നമ്മൾ എന്തായാലും മൈക്കിളിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. സോ ഗെയ്സ്, ഇതാണ് നമ്മുടെ മൈക്കിളിൻ്റെ വീട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് ശരിക്കും അങ്ങോട്ടൊന്ന് കയറ്റി അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് മൈക്കിളിനെ കാണാൻ പോകാം ഗെയ്സ്. ഓക്കെ ഗെയ്സ്, അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ആയിട്ടൊന്ന് പാർക്ക് ചെയ്ത്, അതായത് നമ്മൾ നേരെ ഒന്ന് ഇട്ടിട്ടുണ്ട്. സോ നമുക്കിനി എന്തായാലും മൈക്കിളിനെ നോക്കിപ്പോൾ മൈക്കിൾ മിക്കവാറും അകത്ത് കാണും ഗെയ്സ്. അപ്പം മൈക്കിളിന് വീട്ടിൽ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈക്കിൾ മിക്കവാറും അകത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കാണും. മൈക്കിളെ ഇവനെ കാണുന്നില്ലല്ലോ. നമുക്ക് മോളിൽ ഒന്ന് പോയി നോക്കാം ഗെയ്സ്. മോളിലൊക്കെ പോയിട്ട് വന്നിട്ട് അവനെ കാണുന്നില്ല. അവനിത് എവിടെ പോയി കിടക്കുവാണോ? മൈക്കിളിന് ഇവിടെ വീട്ടിലില്ലേ? അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും ഒന്ന് അവിടെയൊക്കെ ഒന്ന് കറങ്ങി നോക്കിയിട്ട് വരാം. മൈക്കിള് ഇതാരാ? എടാ ഫ്രാങ്ക്ലിനെ, നീ ഇവിടെ വന്നോ? എടാ മൈക്കിള്, നിന്നെ എത്ര പ്രാവശ്യം ഞാൻ വിളിക്കണം? നീ ഫ്രണ്ടിലൊക്കെ എന്നെ എത്ര പ്രാവശ്യം വന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ മുകളിലെല്ലാം പോയി നോക്കി, നിന്നെ കണ്ടില്ല. എടാ ഞാനത് ഇവിടെ നിൽക്കുമായിരുന്നോ. നീ എന്നാൽ പിന്നെ നീ അകത്ത് കയറി ഇരിക്കണ്ടേ? നീ വായിലൊക്കെ തുറന്നിട്ട് നീ എങ്ങോട്ടേക്ക് പോയി നിന്ന്? അത് പിന്നെ ഞാൻ ഇവിടെ ഒരു കാര്യമൊക്കെ ചുമ്മാ വീടൊക്കെ ഒന്ന് ചുമ്മാ കറങ്ങി നോക്കാം. ഒറ്റയ്ക്ക് ഇരിക്കുമല്ലേ, ഇപ്പോൾ ബോറടിച്ചപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ചുമ്മാ ഒന്ന് വട്ടം കറങ്ങി നോക്കാമെന്ന് ചോദിച്ചു. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും. എന്തായാലും ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന് ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോകുന്ന വഴിക്ക് എന്തായാലും ഇങ്ങോട്ടൊന്ന് കയറി. അതാണ് നിന്നെ നോക്കി, നിന്നെ കാണുന്നില്ല. നീ ഇങ്ങോട്ടായിട്ട് വന്നല്ലോ അല്ലേ? കൊള്ളാം. അപ്പം നീ നമ്മളെയൊക്കെ മറന്നോ? നിന്നെയൊക്കെ മറന്നെങ്കിൽ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? നീ എന്തായാലും ഞാൻ അപ്പുറത്തോട്ടൊന്ന് പോയിട്ട് വരാം. അപ്പോൾ എന്നിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഇപ്പോൾ ഇത്തിരി തിരക്കുണ്ടോ? ഞാൻ എന്തായാലും ഇങ്ങോട്ടൊന്ന് നിന്നെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇതല്ലേ നീ പറഞ്ഞ വണ്ടി? ഇതാടാ വണ്ടി. അപ്പോൾ എന്നൊരു കാര്യം ചെയ്യും, നീ ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കും. നീ ഓടിച്ചു വയ്ക്കുമോ? വേണ്ടോ, നീ പോകുന്നതല്ലേ? അല്ല കുഴപ്പമില്ലടാ, ഇതിൻ്റെ അപ്പുറത്തെ വീട്ടിലോട്ട് എനിക്ക് പോകണ്ട. ഞാൻ താക്കോല് തരാം. നീ എന്തായാലും ഇത് വെച്ചോ, ഞാൻ അപ്പുറത്തോട്ട് പോയിട്ട് വരാം. എന്നാൽ ശരിയടാ, നീ പോയിട്ട് വാ. ഓക്കെ, അപ്പം എന്തായാലും നീ വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാം. ഞാൻ പോയിട്ട് വന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കും. ഇപ്പം ഇത്തിരി തിരക്കുണ്ടേ, അതാണേ. ഓക്കെ ശരിയടാ. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് ഒന്ന് പോവാം. അപ്പോൾ കേസ് എന്തായാലും നമ്മൾ അവൻ്റെ താക്കോലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളിനിയിപ്പം വീട്ടിൽ പോയിട്ട് പൈസയും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് വരാം കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവൻ വണ്ടിയൊക്കെ ഓടിച്ച് നോക്കുന്നെങ്കിൽ ഓടിച്ച് നോക്കട്ടെ കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇവരാണെങ്കിൽ ഈ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ഈ വണ്ടിയൊന്നും റോഡ് സൈഡിൽ നിന്നും കൊണ്ട് പാർക്ക് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ വല്ലതും ചെയ്തിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ അടിച്ചുകൊണ്ട് പോകാനും പറ്റുമായിരുന്നു. ഇതിപ്പോൾ ആരെയും കാണുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ എവിടെ പോയി വണ്ടി മോഷ്ടിച്ചുകൊണ്ട് പോകാൻ? ബോസാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുക, ഈ മാസത്തെ എനിക്ക് ഒരു വണ്ടിയെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാലേ എനിക്ക് പൈസ കിട്ടത്തുള്ളല്ലോ. ഇപ്പം ഞാൻ എവിടെ പോയിട്ട് വെയിറ്റ്, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഗേറ്റ് തന്നെ തുറന്നും തന്ന് ഇതിനകത്താണെങ്കിൽ ഒരു വണ്ടി കിടക്കുന്നല്ലോ. ഇവിടെയാണെങ്കിൽ ആരെയും കാണുന്നൊന്നുമില്ല. ഞാൻ ഇസായിട്ട് പോയി എടുക്കാൻ നോക്കിയല്ലോ. ഇത് നല്ല വിലയുള്ള വണ്ടിയാണല്ലോ, ബുഗാട്ടിയാണ് ഗൈസ്. ഇതിപ്പോൾ എങ്ങനെ എടുക്കുമോ? നമ്മുടെ ഈ താക്കോലില്ലാത്തതുകൊണ്ട് പറ്റത്തില്ല. അയ്യോ, ഞാൻ ഈ വീട്ടിൽ ക്യാമറ ഉണ്ടോയെന്ന് അതിൽ നോക്കണമല്ലോ. ഇവിടെ ക്യാമറയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇവിടെ ആയിട്ട് ക്യാമറ ഇല്ല. ഇവിടെ ഒന്നും ക്യാമറ ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഒന്ന് പുറത്തോട്ട് പോയിട്ടേ പിന്നെ വരാം. കാരണം ഇപ്പോൾ പകലല്ലേ, രാത്രി വല്ലതും ഒന്ന് മോഷ്ടിക്കാം. അത് മാത്രമല്ല, ഈ വണ്ടിയൊക്കെ എങ്ങനെ അടിച്ചുകൊണ്ട് പോകാൻ? ഇതൊക്കെ വില കൂടിയ വണ്ടി. അത് അങ്ങനെയൊന്നും കുത്തി തുറക്കാനൊന്നും പറ്റത്തില്ല. എടോ ഫ്രാങ്ക്ലിനെ, നീ ഇത്ര വേഗം വന്നോ? ഇതാരാ? എന്നെ ഒന്നും ചെയ്യല്ലേ. നീ എന്തുകൂടി പറയുന്നത്? നീ അല്ലേ ഇപ്പം അങ്ങോട്ട് 50,000 രൂപ വാങ്ങിക്കാനെന്നും പറഞ്ഞ് പോയേ?
ഇത്ര വേഗം നീ വന്നോ? നീ എന്താ മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്നത്? അത് മാറ്റിക്ക്. മാസ്ക് മാറ്റി. എന്താ ചേട്ടാ? എന്താ ചേട്ടന്നാ? എടാ നീ എന്തുവാടോ? നിനക്ക് എന്ത് പറ്റി? ഇത് ഞാൻ നിൻ്റെ മൈക്കിളാടാ. നീ എന്തുവാടാ ഈ പറയുന്നത്? മൈക്കിള്? ഇതെന്തോ ഈ പറയുന്നത്? മൈക്കിളെ. നീ എന്താ അത്യാവശ്യമായിട്ട് അങ്ങോട്ട് പോയിട്ട് ഇത്ര വേഗം വന്നോ? എന്താ നീ ഇപ്പോൾ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞല്ലോ, സംസാരിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞല്ലോ. വാ. അല്ല, എനിക്ക് ഇത്തിരി തിരക്കുണ്ടായിരുന്നേ. ഇത്തിരി തിരക്കുണ്ട്, എനിക്കൊന്ന് പോകണമായിരുന്നു. തിരക്കാ? എന്നാൽ ഇന്നവിടെ താക്കോലാ? ശരി. ശരി ശരി, എന്നാൽ ഞാൻ പോവാണേ. ഗെയ്സ്, അപ്പോൾ ഒരാൾ നമുക്ക് താക്കോലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ഈ വണ്ടി എടുക്കാൻ പറഞ്ഞു. ഇതെന്താണ്, നമ്മൾ വണ്ടി മോഷ്ടിക്കാൻ വന്നിട്ട് നമ്മുടെ കയ്യിൽ താക്കോലൊന്നും ഇട്ടാ? എന്തായാലും നമുക്ക് എത്രയും വേഗം പോവാം. ഗെയ്സ്, നമ്മൾ നൈസായിട്ട് വണ്ടി ഇറക്കി. ഇനി എത്രയും വേഗം വിട്ടു. ഇനിയിപ്പോൾ സംശയം തോന്നുന്നതിന് മുമ്പ് നമുക്ക് വിട്ടേക്കാം. ഇയാളെന്തിനിപ്പോൾ നമ്മളോട് താക്കോലൊക്കെ തന്നെ? ഇനിയിപ്പോൾ നമ്മളെ ആൾ വല്ലതും മാറിപ്പോയി തന്നതാണോ? എന്നാ ഇനിയിപ്പോൾ അയാൾ മനഃപൂർവ്വം? എനിക്കറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ മോഷ്ടിക്കാൻ വന്നതാണ്. എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ട് കഷ്ടപ്പെടാതെ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടും. എന്തായാലും നമുക്ക് നമ്മുടെ കാര്യം നടന്നല്ലോ. ഇനിയിപ്പോൾ ഈ വണ്ടി എവിടെയെങ്കിലും കൊണ്ടൊന്ന് ഒളിപ്പിക്കണം, ഇല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുപിടിക്കും. അയ്യോ, എൻ്റെ മുഖം അവർ കാണാൻ വഴിയുണ്ടല്ലോ. ഞാൻ അവിടെ വെച്ച് മാസ്ക് ഊരിയായിരുന്നു. ഞാൻ ഒന്ന് പേടിച്ചു. ഇനിയിപ്പോൾ എന്നെ കള്ളനാന്ന് പറഞ്ഞ് പിടിക്കാൻ വന്നാണോ എന്ന് വിചാരിച്ചു. അവിടെ എന്തൊക്കെ പറഞ്ഞു. ഏതോ ഫ്രാങ്ക്ലിനാ, ആർക്കറിയാം. നമുക്കെന്തായാലും വണ്ടി കിട്ടി. പിന്നെ നമ്മളാണെങ്കിൽ നൈസായിട്ട് അവിടെ വിട്ടു. നമ്മൾ അവൻ്റെ ഒരാളാണെന്നുള്ള രീതിയിലൊക്കെ അങ്ങോട്ട് നമുക്ക് മനസ്സിലായി അവൻ എന്തായാലും ആൾ മാറി നമ്മുടെ കയ്യിൽ വണ്ടിയുടെ താക്കോലായിരുന്നു. നമുക്ക് എന്തായാലും ഈ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഇടട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടിയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഒരു കാട്ടിൽ കൊണ്ടുവന്നിടാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ ആരും കാണത്തില്ലല്ലോ. പിന്നെ നമ്മൾ നൈസായിട്ട് അടവിട്ട്, അതായത് അവൻ വന്ന് നമ്മുടെ അടുത്ത് ഈ വണ്ടി തരാമെന്നൊക്കെ പറഞ്ഞ്, അല്ല താക്കോൽ വരുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ നൈസായിട്ട് അവനെ അറിയാവുന്ന രീതിയിലൊക്കെ അവനെ അഭിനയിച്ച്. അതുകൊണ്ട് അവന് സംശയമൊന്നും തോന്നി കാണത്തില്ല. എന്തായാലും നമ്മൾ വണ്ടിയും കാര്യങ്ങളും എടുത്ത്. മിക്കവാറും അവൻ ആൾ മാറിപ്പോയതായിരിക്കും. എത്രയും വേഗം ചിലപ്പോൾ അവൻ നമ്മളെ പിടിക്കാൻ സാധ്യത ഉണ്ട്. നമുക്കെന്തായാലും ഇത് ഇവിടെ ഇട്ടിട്ട് നമുക്ക് പോയേക്കാം. ഗെയ്സ്, അപ്പോൾ നമ്മൾ ആ കാട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോസിനെയൊക്കെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗെയ്സ്, അപ്പോൾ ബോസ് നമ്മളെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ബോസ് പറഞ്ഞ് ഒരു കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ അഴിച്ചാൽ മാത്രമേ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ കണ്ടെയ്നർ ചോദിക്കാൻ നമ്മൾ ബോസിനെ വിളിച്ചപ്പോൾ ബോസ് പറഞ്ഞ് ഈ കണ്ടെയ്നർ ഇപ്പോൾ ബോസിൻ്റെ അഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇല്ല കണ്ടെയ്നർ. സോ അതൊക്കെ വേറെ സ്ഥലത്തോട്ടൊക്കെ പോയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി കണ്ടെയ്നർ വരും. അപ്പോൾ നാളെ വെളുപ്പിനെ ആകുമ്പോൾ കണ്ടെയ്നർ ഇവിടെ വരും. അപ്പം തന്നെ വണ്ടി കയറ്റി നമ്മളും കയറി അതിൽ കയറി പോയേക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നും കൂടെ എന്തായാലും ഇങ്ങോട്ട് വരണം. ഈ വണ്ടിയുടെ ഫോട്ടോയും കൂടെ എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്തായാലും ഈ ഡ്രസ്സ് എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് നമുക്ക് എന്തായാലും വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകണം ഗൈസ്. അത് കഴിഞ്ഞ് നമുക്ക് ബോസിനെ ഒന്നും കൂടെ വിളിച്ചിട്ട് നമുക്ക് കാര്യമൊക്കെ പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ വീട്ടിൽ പോകാം ഗൈസ്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വീട്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് വാടകയ്ക്ക് താമസിക്കുകയാണ്. സോ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഇവിടെ അടുത്ത് തന്നെയാണ് സ്ഥലം. അപ്പുറത്തത് അവിടെ ആയിട്ടാണ് കാട്. അപ്പോൾ അവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നത്. പെട്ടെന്ന് പോകാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറാം. ഇവിടെ ആകുമ്പോൾ ആരെയൊക്കെ ശ്രദ്ധിക്കത്തില്ല. ഓക്കെ, ഇത്തിരി ഒഴിഞ്ഞ സ്ഥലമാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ വീട്ടിൽ നമ്മളിപ്പോൾ താമസിക്കുന്ന വാടകയ്ക്ക്. അപ്പോൾ എന്തായാലും നാളെ വെളുപ്പിന് തന്നെ നമ്മൾ ഇവിടെ നിന്ന് പോകും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോവാം ഉച്ചയ്ക്ക്. ഗെയ്സ്, അപ്പം നമ്മളാണെങ്കിൽ അവിടെ ആയിട്ട് പോയി പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു. അങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഇനിയിപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ മൈക്കിളിനെ പോയി സംസാരിക്കും. മൈക്കിൾ വണ്ടി എടുത്തുകൊണ്ട് പോയെന്ന് തോന്നുന്നു ഗെയ്സ്. വണ്ടി കാണുന്നില്ല. അവൻ എന്തായാലും കറങ്ങിയിട്ട് വരട്ടെ. നമുക്ക് എന്തായാലും വീട്ടിനകത്ത് കയറിയിരിക്കാം. അവനെന്തായാലും വരട്ടെ. നമ്മളെന്തായാലും അകത്തോട്ട് പോയിട്ട് അവിടെ എങ്ങാനും ഇരിക്കാം, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ അവനൊക്കെ വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വരട്ടെ. എന്തിനാ നമ്മൾ തടസ്സമാണോ? ഒന്ന് ഓടിച്ച് നോക്കട്ടെ. മൈക്കിളെ നീ അപ്പോൾ പോയില്ലായിരുന്നോ? നീ വണ്ടിയും കൊണ്ട് പോയിട്ട് പെട്ടെന്ന് വന്നോ? എവിടെ ഫ്രാങ്ക്ലിൻ, നീ വീണ്ടും വന്നോ? നീ വീണ്ടും വന്നോ? നീ എന്തുവാടാ ഈ ചോദിക്കുന്നത്? ഞാൻ അവിടെ പോയിട്ട് പൈസ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. നീ എന്തോ ഈ പറയുന്നത്? നീയല്ലേടാ ഇപ്പോൾ വന്നിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയത്. ഞാൻ വണ്ടിയും കാര്യം എടുത്തുകൊണ്ട് പോയി. നീ എന്തോ ഈ പറയുന്നു? എടാ, നീ അല്ലേടാ ഇപ്പോൾ വന്നിട്ട് വേറെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് നീ വന്ന് വണ്ടി എടുക്കുക. അവിടെ വന്ന് ഞാൻ നിനക്ക് താക്കോല് തന്നിട്ട്
മാസ്കൊക്കെ വെച്ചിട്ട് വന്ന് ഓർമ്മയില്ല. എന്നിട്ട് ഞാൻ പൈസ ഞാൻ വണ്ടിയുടെ താക്കോല് വന്നിട്ട് നീ അതും കൊണ്ട് പോയില്ലേ. വണ്ടിയുടെ താക്കോല് നീ എന്തൊക്കെയാ പറയുന്നത്? നീ ചുമ്മാ പറ്റിക്കല്ലേ, നീ എന്തുവാ പറയുന്നത്? നീ വണ്ടിയും കൊണ്ട് പോയിട്ട് നീ എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചല്ലേ? എനിക്ക് എന്തായാലും നീ ഇവിടെ നമുക്ക് സംസാരിക്കാം. നീ എന്തുകൂടെ പറയുന്നത്? ഞാൻ നിന്നെ പറ്റിക്കുന്നെന്നാ? എനിക്ക് വേറെ പണിയൊന്നുമില്ല നിന്നെ പറ്റിക്കാൻ. അല്ല നീ സീരിയസ് ആയിട്ടാണ് പറയുന്നത്? ആടാ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. എനിക്ക് വേറെ പണിയൊന്നുമില്ല നിന്നെ പറ്റിക്കാൻ. നിന്നെ പറ്റിച്ചിട്ട് ഇനി എനിക്കെന്ത് കാര്യം? എടാ അപ്പം നീ ഇനിയിപ്പോൾ ആർക്കാ പിന്നെ എൻ്റെ വണ്ടി കൊടുത്തേ? വണ്ടി കൊടുത്തേടാ നീ നിന്നെ പോലെ തന്നെ ഇരിക്കുമായിരുന്നടാ അത്. ഞാൻ വിചാരിച്ചു നീയാണ്. അപ്പം നീ അല്ലായിരുന്നു അത്. നീ പറ്റിക്കുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എടാ ഞാൻ എന്തിനാടാ നിന്നെ പറ്റിക്കുന്നത്? എൻ്റെ വണ്ടി എവിടെയാടാ? നീ വിഷമിക്കേണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. മിക്കവാറും നിന്നെപ്പോലെ ആരോ ഒരുത്തനെ ഞാൻ ആൾ മാറി കൊടുത്ത് ആ താക്കോല്. നിന്നോട് ആര് പറഞ്ഞാൽ അവന്മാർക്കൊക്കെ വണ്ടി എടുത്ത് കൊടുക്കും? ഇപ്പം ഞാൻ തന്നെ ആണെങ്കിൽ തന്നെ ഞാൻ ചോദിക്കാതെ നിന്നെ വണ്ടി കൊടുക്കുന്നത്. അല്ല അവൻ പറഞ്ഞേ ഇത്തിരി തിരക്കുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു തിരക്കുണ്ടെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോട്ടെ എന്ന്. ഞാൻ നല്ലതല്ലേടാ ചെയ്തത്. നല്ലത് നീ ഒന്നും പറയില്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. ആ വണ്ടി എനിക്ക് എത്രയും വേഗം എനിക്ക് കിട്ടണം. നീ പേടിക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നോക്കാം. നീ ഒന്ന് ടെൻഷൻ ആവാതെ. ഇന്നലെ എടുത്തേ ഉള്ളൂ ആ വണ്ടി, അത് എനിക്ക് വേണം. എടാ നീ ടെൻഷൻ അടിക്കണ്ട, നീ എന്തായാലും ഇപ്പോൾ വിട്ടോ, ഞാൻ നോക്കിയത് കണ്ടുപിടിച്ച് തരാം. ഇന്ന് രാത്രിക്കുള്ളിൽ ഞാൻ അത് കണ്ടുപിടിച്ച് തരും. ഇത് പറയുന്ന മൈക്കിള്. നീ കണ്ടുപിടിച്ച് തന്നാൽ മതി. ഞാൻ ഇപ്പോൾ നിന്നെ വിശ്വസിച്ച് പോവാം. ആടാ നീ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഓക്കെ ഗൈസ്, വണ്ടിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓടി വേണം നമ്മുടെ വീട്ടിലോട്ട് ഇനി പോവാൻ. ഇനിയിപ്പോൾ അവൻ നമ്മളെ ഇനി പറ്റിക്കുന്ന ആയിരിക്കുമോ ഗൈസ്? എനിക്ക് അറിഞ്ഞൂടാ, പറയാൻ പറ്റത്തില്ല. അവനല്ലേ, ചിലപ്പോൾ പറ്റിക്കും. എന്തായാലും നമുക്കിനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കാണാം ഗൈസ്. ഓക്കെ ആരോ വിളിക്കുന്നുണ്ടല്ലോ. മൈക്കിളോ? എന്താടാ മൈക്കിളെ? എടാ നീ ഇങ്ങോട്ട് അവിടെ നിന്ന് പോയില്ല. അപ്പം ഞാൻ അപ്പുറത്തെ ഫ്ലാറ്റിൻ്റെ CCTV എടുത്ത് അവിടുത്തെ ഇതിൽ നോക്കി, വീഡിയോ നോക്കിയപ്പോഴേക്കും അതിനകത്ത് നിന്നെപ്പോലെയുള്ള ഒരുത്തൻ തന്നെ വന്നത് അവന് കൊടുക്കുന്ന ഇതുണ്ട്. നിനക്ക് എന്നെ വിശ്വാസമില്ലല്ലോ. ഞാൻ അത് അഴിച്ചു തന്നിട്ടുണ്ട്. നിന്നെപ്പോലെ തന്നെ ഇരിക്കുന്നത്. നീ വേണമെങ്കിൽ നോക്കി നോക്ക്. നോക്കാനാ? ഞാൻ നിനക്ക് അയച്ചു തന്നിട്ടുണ്ട്. നീ ആ വീഡിയോ കാണാം, എന്നിട്ട് നീ പറ. നീ ഇനിയിപ്പോൾ എന്നെ ഒന്നും പറയല്ലേ. ഗേസ് അവൻ അഴിച്ചു തന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ട് അതിനകത്താണെങ്കിൽ നമ്മളെപ്പോലെ തന്നെ ഇരിക്കുന്നവനാണ്. ചുമ്മാ അല്ല, അവൻ അതെടുത്ത് കൊടുത്തു. അത് കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും വിചാരിക്കുക ഞാനാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ തന്നെ അതിനകത്ത് ഇരിക്കുന്നത്. അത് ഞാൻ തന്നെ ആ ഫോട്ടോ ആ ഒരു വീഡിയോയിലുള്ളത്. സോ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വെറുതെ അവനെ തെറ്റിദ്ധരിച്ചു. അത് ഉള്ള കാര്യം തന്നെയായിരുന്നു അവൻ പറഞ്ഞത്. സോ ഇതിപ്പോൾ എങ്ങനെ പറഞ്ഞാൽ വിട്ടാൽ ശരിയാകത്തില്ല. അത് എത്രയും വേഗം നമ്മൾ അവനെ പിടിക്കുകയും വേണം. അതുപോലെ തന്നെ നമ്മളിത് പോലീസ് സ്റ്റേഷനെ അറിയിക്കുകയും വേണം. കാരണം അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പിടിക്കും. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രയും വേഗം വീട്ടിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളിനിയിപ്പോൾ മൈക്കിളിനെ ഒന്ന് വിളിച്ച് പറയട്ടെ ഗൈസ്. അതായത് നമ്മളിവിടെ വന്ന പോലീസ് സ്റ്റേഷനിൽ പോകാൻ പോകുന്ന കാര്യം. ഓക്കെ ഫോൺ എടുക്കുക. ഹലോ എടാ മൈക്കിളെ. എന്താടാ ഫ്രാങ്ക്ലിൻ, എന്താ വിളിച്ചാൽ? ഞാനത് അന്വേഷിക്കുമോ? എടാ അതല്ലടാ, ഞാനേ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് നല്ല കാര്യം. എന്തായാലും നീ ഇപ്പോൾ അങ്ങനെ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുക, അതാ നല്ലത്. ഇല്ലെങ്കിൽ നിന്നെ വേറെ എന്തെങ്കിലും അവൻ എന്തെങ്കിലും കേസ് ചെയ്തോ അത് നിൻ്റെ തലേ വരും. അത് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ നിന്നെ ഒന്ന് പറയാൻ വേണ്ടി വിളിച്ചാൽ. അത് ഞാനും പറയണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ നീ എന്തായാലും എത്രയും വേഗം പറഞ്ഞോ, അത് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുക. എന്നാൽ പോയി ശരി, ഇപ്പോൾ പോയി കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് വരാം. ഓക്കെ കേസ്, അപ്പോൾ നമ്മൾ അവനെയൊക്കെ വിളിച്ചെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാം. അവിടെ പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവ അഴിച്ചെന്ന വീഡിയോയും കൂടെ കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സാറിനോട് നമുക്ക് ചോദിക്കാം. സാറേ, എൻ്റെ ഒരു വണ്ടി ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയി സാറേ. മോഷ്ടിച്ചുകൊണ്ട്, അപ്പോൾ ഒരു കംപ്ലയിൻറ്റ് എഴുതിത്താ. കംപ്ലയിൻറ്റ് എഴുതി തരാം. അതിന് മുമ്പ് എനിക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാനുണ്ട്. ആ ഒരു മോഷ്ടിച്ചുകൊണ്ട് പോയ ആളെ കാണാൻ എന്നെപ്പോലെ തന്നെ ഇരിക്കും. അതിന് തെളിവുണ്ട്. എന്താ നിന്നെപ്പോലെ തന്നെ ഇരിക്കുമോ? അതെന്താ നിൻ്റെ ഇരട്ട സഹോദരൻ വല്ലതും ആണോ? എൻ്റെ ഇരട്ട സഹോദരനൊന്നും അല്ല, അത് വേറെ ഏതോ ഒരുത്തനാണ്. ഇവനാണെങ്കിൽ എന്നെപ്പോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ അത് ഞാൻ ഒന്ന് അറിയിക്കാനും കൂടെയാണ് വന്നത്. ഇനിയിപ്പോൾ അവൻ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ തലയിൽ വരൂലേ സാർ, അതുകൊണ്ട് പറഞ്ഞേ. അത് നീ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ നന്നായി. ഒരു കാര്യം ചെയ്യ്, നീ ഈ പറഞ്ഞ പോലെ പരാതി എഴുതി തന്നിട്ടെ നിന്നെപ്പോലെ ഇരിക്കുന്നവനുണ്ടെന്നുള്ള എന്തെങ്കിലും, അവനാണ് നിൻ്റെ വണ്ടി മോഷ്ടിച്ചതെന്നുള്ള എന്തെങ്കിലും തെളിവ് വല്ലതും ഒക്കെ ഉണ്ടോ? അത് വല്ലതും ഇപ്പോൾ CCTV അങ്ങനെ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ നോക്കാം.
സാറേ അത് തെളിവുണ്ട്. അത് ഒരു CCTV ഫൂട്ടേജ് ഉണ്ട്. പക്ഷേ സാറേ അതിനകത്ത് അവനെ കാണാൻ എന്നെപ്പോലെ തന്നെ ഇരിക്കുമല്ലോ, അതാണ് പ്രശ്നം. അതൊന്നും കുഴപ്പമില്ല. അത് അവനെ ഇപ്പം നിൻ്റെ എന്തെങ്കിലും ഈ ആധാർ കാർഡും എല്ലാം വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നീ അതൊന്നും പേടിക്കണ്ട. നമുക്ക് നോക്കാം. അത് നമുക്ക് നോക്കാമല്ലോ. അതിനാണല്ലോ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. സാറേ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ എന്തായാലും പോയിട്ട് ഒരു പരാതി എഴുതി കൊണ്ടുവരാം സാറേ. നീ പരാതി എഴുതി കൊണ്ടുവാ. എന്നിട്ട് നീ ആ CCTV ഫുട്ടേജ് ഒന്ന് എനിക്ക് ഒന്ന് സെൻഡ് ചെയ്യും. ഞാൻ എൻ്റെ നമ്പർ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ സെൻഡ് ചെയ്തേക്കാം. പിന്നെ അത് മാത്രമല്ല, ഇത് നമ്മുടെ SI സാറ് വന്നിട്ടില്ല. ഒരു അരമണിക്കൂർ പിടിക്കും വരാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴൊന്നും നടക്കത്തില്ല. SI സാറ് വന്നാലേ നടക്കത്തുള്ളൂ. സാറേ SI സാറ് വന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ. SI സാറ് വന്നിട്ട് ചെയ്യുന്നത് നല്ലത്. കാരണം SI സാറാകുമ്പോൾ നീ നേരിട്ട് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്പീഡിൽ കാര്യങ്ങളൊക്കെ കിടക്കും. അപ്പോൾ നീ SI സാറിനോട് വന്ന് പറ, അതാണ് നല്ലത്. എന്തായാലും ഞാൻ SI സാറിനെ കണ്ടിട്ടേ പോവാം. അപ്പോൾ അതാണ് നല്ലതല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു സാറ് പറയുന്നത് നമ്മൾ SI സാറിനെ ഒന്ന് വന്നിട്ട് കണ്ടിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് സാറ് പറയുന്നത്. അപ്പോൾ അതായത് കാരണം SI സാറ് കാണുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്തിരി ഫാസ്റ്റ് ആവും കാര്യങ്ങളെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം SI സാർ ആരാണെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വരട്ടെ, വന്നിട്ട് നമുക്ക് കാണാം. എന്തായാലും വരുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടിക്കകത്ത് കയറിയിരുന്ന് പരാതിയൊക്കെ എഴുതിയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് വണ്ടി കിടന്നൊന്ന് ഉറങ്ങിപ്പോയി. അരമണിക്കൂറല്ല, ഒരു മണിക്കൂർ കഴിഞ്ഞെന്ന് തോന്നുന്നേ. അയ്യോ, SI സാർ വന്ന് തോന്നുന്നു. ഒരു വണ്ടിയൊക്കെ വന്ന് കിടപ്പുണ്ടല്ലോ, പോലീസ് വണ്ടി. ഞാനാണെങ്കിൽ ഒന്ന് ഉറങ്ങിപ്പോയി. സാറേ SI സാർ വന്നോ? SI സാർ വന്നോ? നീ എവിടെയായിരുന്നു? ഞാൻ വണ്ടിയായിരുന്നു. ഈ സാറിനെ ഇത് നമ്മുടെ ചിങ്ക സാറല്ലേ സാറേ? എടാ ഫ്രാങ്ക്ലിൻ, നീ ഇവിടെയാ? നീ ഇവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്? അല്ല, സാറെപ്പോഴും ഇങ്ങോട്ട് വന്നേ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് ട്രാൻസ്ഫറായി വന്നായിരുന്നു. അയ്യോ, സാറാണ് ഇവിടുത്തെ SI സാറെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞേ. നീ ഇവിടെ ഉണ്ടെന്ന് ഞാനും ഇപ്പോഴാണ് അറിഞ്ഞേ. എന്തായാലും നമ്മൾ കണ്ടല്ലോ. എന്താടാ നീ ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഞാൻ മറന്നു പോയി പറയാൻ വന്നതല്ലേ. എൻ്റെ വണ്ടി ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയി. അയാളെ കാണാൻ എന്നെ പോലെ ഇരിക്കും, അതാണ് പ്രശ്നം. എന്താടാ ഫ്രാങ്ക്ലിൻ, നിന്നെ പോലെ ഇരിക്കുന്ന വേറൊരാൾ നിൻ്റെ വണ്ടി മോഷ്ടിച്ചുകൊണ്ട് പോയെന്നോ? അത് കൊള്ളാമല്ലോ. എന്തായാലും നമുക്ക് അവനെതിരെ എന്തെങ്കിലും തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. തെളിവെന്ന് പറഞ്ഞാൽ ഒരു CCTV ഫൂട്ടേജ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ ആ വണ്ടി മോഷ്ടിച്ചുകൊണ്ട് അത് എനിക്ക് ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ കിട്ടിയാൽ കൊള്ളായിരുന്നു. എടാ ഫ്രാങ്ക്ലിനെ, നീ എൻ്റെ അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും വേഗം ഞാൻ ചെയ്തിരിക്കും. നീ ചെയ്തു തന്ന സഹായങ്ങൾ ഒത്തിരിയുണ്ട്. ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതിനൊന്നും എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. എന്താണെങ്കിലും പോട്ടെ, നീ ഒരു കാര്യം വന്ന് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളിനി ആദ്യം ചെയ്തിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് ഞാനിനി പോകുന്നുള്ളൂ. എൻ്റെ മാക്സിമം ഞാൻ നോക്കാടാ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവനെ നമുക്ക് രാത്രിക്കുള്ളിൽ പൂട്ടാം. ചിങ്ക സാർ ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പം ആശ്വാസം വന്നു. ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ചിങ്ക സാറിനെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം ചിങ്ക സാറ് ഉള്ളതുകൊണ്ട് നീ ഇപ്പോൾ പേടിക്കില്ലല്ലോ. അതെ, അത് പിന്നെ അങ്ങനെയാണ്. നമ്മളെ ഒരു കേസ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് തന്നെ തീർത്തോളും. നീ അതൊന്നും പേടിക്കണ്ട. നീ എന്തായാലും ആ പരാതിയും ഒരു CCTV ഫൂട്ടേജ് ഇങ്ങോട്ട് അയച്ചേക്കുക. അല്ല, CCTV ഫൂട്ടേജ് ഞാൻ മറ്റേ സാറിന് അയച്ചായിരുന്നു. അവൻ്റെ ഉണ്ടോ? എന്നാൽ പിന്നെ ഞാൻ എടുത്തോളാം. അപ്പോഴേക്കും നീ എന്തായാലും പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. സാറേ. ഓക്കെ കേസ്, അപ്പോൾ ചിങ്ക സാറായതുകൊണ്ട് എല്ലാം നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പകുതി പേടിക്കേണ്ട ആവശ്യമില്ല. അവനെ എന്തായാലും രാത്രിക്കുള്ളിൽ പൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനിയിപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകണ്ട. നമുക്ക് ഒന്ന് ചുമ്മാ ഇവിടെ എല്ലാം ഒന്ന് കറങ്ങി നോക്കാം, അവനെ കിട്ടുവാണെങ്കിലും. അപ്പോൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ കേസ്, അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് ഇവിടെ എല്ലാം നോക്കി. ഇപ്പോൾ ഈ ഒരു ഭാഗത്തും കൂടെ നോക്കാമെന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് കുറേ വീടൊക്കെ ഉണ്ട്. ഇവിടെ ആയിട്ടൊന്നും അവനെ കണ്ടില്ല, ഒരു വണ്ടിയും കാണുന്നില്ല. ഇവനെ എവിടെ പോയി കിടക്കുവാണോ? നമുക്ക് എന്തായാലും വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി നോക്കണോ? നമുക്ക് വേറെ ഒരു സ്ഥലത്തും കൂടെ ഒക്കെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് പോയി നോക്കാം. ഗെയ്സ്, ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും ഓൾമോസ്റ്റ് നോക്കി. ഇനിയിപ്പോൾ ഇവിടെയും കൂടെ ഇനി നോക്കാനുള്ളൂ. ഇവിടെ ഒന്ന് നോക്കിയേക്കാം. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ കാണാൻ വഴിയില്ല. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇവിടെ ആൾ താമസമൊന്നും ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് ചിലപ്പോൾ ഇവിടെയൊക്കെ വണ്ടി കൊണ്ടുപോകുന്ന ചിലപ്പോൾ ഇടും. നമുക്ക് എന്തായാലും നോക്കാം ഗെയ്സ്. ഓക്കെ ഗെയ്സ്, അപ്പം നമ്മൾ ഇങ്ങോട്ട് പയ്യെ അങ്ങനെ പോയപ്പോൾ നമ്മളൊരു ആരോ ഇങ്ങനെ നിൽക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒന്ന് വണ്ടി നിർത്തി നോക്കിയപ്പോൾ ഒരാൾ അവിടെ നിൽക്കുന്നു. ഇയാൾ അറിഞ്ഞിട്ടില്ല നമ്മൾ ഈ വണ്ടി നിർത്തിയിരുന്നു. ഇത് ആരാണോ? ഈ കാട്ടിനകത്തൊക്കെ ആര് കയറി നിൽക്കാനാ?
ഇയാൾ കുറച്ച് നേരമായിട്ട് അനങ്ങാതെ നിൽക്കുവാണ് ഗൈസ്. എന്തോ നിരീക്ഷിക്കുന്ന പോലെ ഉണ്ടല്ലോ ഗൈസ്. ഇയാളുടെ മുഖം ഇയാളെക്കാൾ എന്നെ പോലെ തന്നെ ഇരിക്കുന്നല്ലോ. ഇയാളാണോ അപ്പോൾ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയവൻ? എടാ കള്ള, നിന്നെ കിട്ടിയടാ. ഇപ്പം വരാം ഞാൻ. ഇപ്പം എന്തായാലും അങ്ങോട്ടോട്ട് പോട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ മരത്തിൻ്റെ പുറകിലായിട്ട് ഒളിച്ചിരിക്കാം. അവനെ ഇന്ന് നമുക്ക് പൂട്ടാം. നമുക്ക് മൈക്കിളിനെ എത്രയും വേഗം വിളിക്കാം ഗൈസ്. ഓക്കെ, മൈക്കിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ധൈര്യം കിട്ടും. ഒറ്റയ്ക്ക് എടുത്ത് കാടിയൊന്നും ചെയ്യണ്ടല്ലോ, അവനെയും കൂടെ വിളിക്കാം, അവനും കൂടെ വരട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മൈക്കിളിനെ ഒന്ന് വിളിച്ചിട്ട് മൈക്കിൾ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ മൈക്കിൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ മൈക്കിളിനോട് നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. മൈക്കിളെ, നമ്മളിപ്പോൾ എന്താ ചെയ്യണ്ടേ? എടാ, അത് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നേരെ നിൻ്റെ ഈ തോക്കുണ്ടെങ്കിലേ ആ ഒരു തോക്ക് എടുത്തിട്ട് നമുക്ക് അവനെ പോയി ഭീഷണിപ്പെടുത്താം. അതാണ് നല്ലത്. അതാകുമ്പോൾ അവൻ എവിടെ വണ്ടി കിടക്കുന്നതെന്ന് പറയുമല്ലോ. അത് ശരിയാ. അപ്പോൾ എൻ്റെ ഈ തോക്കുണ്ട്, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. വാ പോവാം ഗെയ്സ്. അപ്പം നമുക്ക് നൈസായിട്ട് ഇവൻ്റെ പുറകെ പോയിട്ട് ഒന്ന് നൈസായിട്ട് അവനെ ഭീഷണിപ്പെടുത്താം. അനങ്ങിപ്പോകരുത്. നീ ഏതാ? നിന്നെക്കാണെ എന്നെ പോലെ ഉണ്ടല്ലോ. അത് ഞാൻ അങ്ങോട്ടാണ് ചോദിക്കണ്ടേ. എൻ്റെ വണ്ടി എവിടെ? നിൻ്റെ വണ്ടിയാ? അത് ഇവൻ എനിക്ക് തന്നതാ. നിനക്ക് അവൻ തന്നതൊന്നുമല്ല, അത് അവൻ ആൾ മാറിപ്പോയിട്ട് അവൻ താക്കോലെടുത്ത് തന്നെ. എൻ്റെ വണ്ടി മരയൊക്കെ എവിടെയെന്ന് പറഞ്ഞു. നിൻ്റെ വണ്ടി? അത് ഞാൻ പറയത്തില്ല. മരയൊക്കെ പറഞ്ഞില്ലേ വെടിവെക്കും. അത് അവിടെ കാടിഞ്ഞ് നടുപ്പ് ഇട്ടിട്ടുണ്ട്. എന്നെ ഒന്നും ചെയ്യല്ല, എന്നെ വെറുതെ ഇട്. നിന്നെ ഒന്നും ചെയ്യത്തില്ലടാ. ഒരു കാര്യം ചോദിക്കട്ടെ, നീ എത്ര വണ്ടി മോഷ്ടിച്ചിട്ടുണ്ട് ഇതുവരെ? അതൊരു 10-20 വണ്ടി മോഷ്ടിച്ചിട്ടുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നിൻ്റെ പണി ഇത് തന്നെ. അത് പിന്നെ അപ്പം മൈക്കിളെ, നമ്മളിപ്പോൾ എന്താ ഇവനെ ചെയ്യണ്ടേ? വെറുതെ വിട്ടേക്കാടാ. എന്തിനാ വെറുതെ? എന്നെ വെറുതെ വിട്ടേക്ക്. വെറുതെയൊക്കെ വിടാം, പക്ഷെ നീ ഇത്രയൊക്കെ ചെയ്തതല്ലേ, അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് തരണ്ടേ? എന്തിനാ അടിക്കുന്നു? ജസ്റ്റ് ഒന്ന് ബോധം കെടുത്തു. എടാ, നീ എന്തിനാണോ അവനെ അടിച്ചു? നീ കൊന്ന അവനെ? കൊന്നൊന്നും ഇല്ലടാ, അത് ജസ്റ്റ് ഒന്ന് ബോധം കെടുത്തിയേ ഉള്ളൂ. അവൻ കുറച്ച് കഴിയുമ്പോൾ ബോധം വരും. നീ എന്തായാലും അവനെ പിടിച്ച് മറ്റേ വണ്ടിയിലോട്ട് കയറ്റി ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ മൈക്കിളിനെ അടുത്ത് അവനെ പിടിച്ച് വണ്ടി കയറ്റാനും പറഞ്ഞിട്ടുണ്ട്. ഇതാവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഇപ്പോൾ നമ്മൾ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ നമ്മളെ പറ്റിച്ചാണെങ്കിലോ, ചിലപ്പോൾ വണ്ടി ഇവിടെ ഇല്ലെങ്കിലോ, മനസ്സിലായോ? അപ്പം നമുക്ക് അവന് ബോധം വന്നു കഴിയുമ്പോൾ ഒന്നും കൂടെ ചോദിക്കാമല്ലോ. ഏത് ഗൈസ്? അപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ പറ്റിച്ചായിരിക്കുമെന്ന്. കാരണം ഇവിടെയൊന്നും വണ്ടി കാണുന്നില്ല. വെയിറ്റ്, അതൊരു വണ്ടിയല്ലേ ഗൈസ്? അത് വണ്ടിയാണല്ലോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അത് വണ്ടിയാണ്. അത് എൻ്റെ വണ്ടി തന്നെ ആയിരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. പോയി നോക്കട്ടെ ഗൈസ്. ഇത് നമ്മുടെ വണ്ടി തന്നെയാണ് ഗൈസ്. നമുക്ക് നമ്മുടെ വണ്ടി കിട്ടി. എന്തോ ഭാഗ്യം. അവൻ പറഞ്ഞത് ഉള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അവനെ വെറുതെ വിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം അവൻ ചെയ്തത് തെറ്റ് തന്നെയാണല്ലോ. ആളുകൾ കഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന, അവരുടെ പൈസയൊക്കെ കൂട്ടി വെച്ച് വാങ്ങിക്കുന്ന വണ്ടി ചുമ്മാ മോഷ്ടിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അവന് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആരാണെങ്കിലും നമ്മൾ എന്തായാലും തെറ്റ് ചെയ്തവന് ശിക്ഷ അനുഭവിക്കണം ഗൈസ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ നമ്മൾ മൈക്കിളിനോട് നമ്മൾ കാര്യേൽപ്പിച്ചു. മൈക്കിൾ, അവനെ പിടിച്ച് വണ്ടി ഇട്ടാ? അവനെ പിടിച്ച് വണ്ടി ഇട്ട്. എന്നാലും അവനെ വെറുതെ വിടായിരുന്നു. അവനെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല. അവൻ വേറെയും വണ്ടികൾ മോഷ്ടിക്കും. ആളുകൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി വാങ്ങിക്കുന്ന വണ്ടിയൊക്കെ അവൻ ചുമ്മാ മോഷ്ടിച്ചുകൊണ്ട് പോയാൽ അതും ശരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ചിങ്ക സാറിനെ വിളിക്കാം. ചിങ്ക സാറിനെ ഞാൻ വിളിച്ചു, പക്ഷെ ചിങ്ക സാറ് കുറച്ച് നേരമായിട്ട് വന്നില്ല. എടാ ഫ്രാങ്കിൾ, ചിങ്ക സാർ വന്നോ? ചിങ്ക സാർ പുറകെ നിൽക്കുവാണോ? ഫ്രാങ്കിൾ, നീ എന്താടാ എൻ്റെ അടുത്ത് വന്ന് കേസ് വന്നിട്ട് നീ തന്നെ ഇവനെ കണ്ടുപിടിച്ചാ? അത് പിന്നെ ആ ഒരു ആവേശത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയെന്നേ ഉള്ളൂ. അതെന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞങ്ങൾക്ക് ഇത്തിരി പണി കുറഞ്ഞു കിട്ടിയല്ലോ. അത് കൊള്ളാം. അതെന്തെങ്കിലും ആവട്ടെ സാറേ. അപ്പോൾ എന്തായാലും ഇവനെ പിടിച്ചുകൊണ്ട് സാറ് പോയിക്കാം. ഞാൻ ആ വണ്ടി ഇട്ടിട്ടുണ്ട്. അവനെ ഇടിച്ചിട്ടെന്ന് പറഞ്ഞാൽ വല്ലതും പ്രശ്നം പറ്റി? അവൻ ചത്തതൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, ജസ്റ്റ് ബോധം കെടുത്തിയിട്ടേ ഉള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നിൻ്റെ നിലയിലാവും കേസ്. അതാ പറഞ്ഞത്. അത് ശരി, അത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ സാർ എന്തായാലും അവനെ സാറിനെ വണ്ടിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് കൊണ്ടുപോയിക്കും. ശരിയടാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സാറിൻ്റെ വണ്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ വണ്ടി എടുത്തിട്ട് പോയേക്കാം. മറ്റേ വണ്ടി മൈക്കിൾ എടുത്തോളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ആ ഒരു കള്ളനെ നമ്മുടെ ചിങ്ക സാറ് ജയിലിൽ ഇട്ടിട്ടുണ്ട്, ലോക്കപ്പ് ഇട്ടിട്ടുണ്ട്. സോ താങ്ക് യു ചിങ്ക സാറേ. നീ എന്തിനാ എനിക്ക് താങ്ക് യു പറയുന്നത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ.
അല്ല എന്നാലും സാറ് കൂടെ സഹകരിച്ചല്ലോ, നമ്മുടെ കൂടെ നിന്നല്ലോ. അത് പിന്നെ പോലീസുകാരാകുമ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് വരുന്നവരുടെ കൂടെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ അത് പിന്നെ അങ്ങനെ നീ എടുത്താൽ മതി. അതിന് നീ നന്ദിയൊന്നും പറയണ്ട. അതിന് നന്ദി പറയാൻ ഞാനൊന്നും ചെയ്തിട്ടുമില്ല. അല്ല എന്നാലും സാറേ നമ്മുടെ ആ ഒരു ഇതിലങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവനൊരു നല്ല രീതിയിലുള്ള ശിക്ഷ തന്നെ നമുക്ക് കൊടുക്കാം. ഇവൻ കുറേ വണ്ടിയും കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള തെളിവും കാര്യങ്ങളും അവൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. സോ ഗൈസ്, ഇന്ന് രാവിലെ 10 മണിക്ക് നമ്മുടെ വണ്ടി മോഷണം പോയി. ഇപ്പോൾ മണി 3 ഇപ്പോൾ തന്നെ നമ്മൾ 3 മണിക്ക് ആളെ പിടിച്ച് ലോക്കപ്പ് ഇട്ടു. സോ നമ്മുടെ മൈക്കിളൊക്കെ നമ്മളെ സഹായിച്ചുകൊണ്ടാണ് നമുക്കത് പറ്റിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും കൂടെ ചെയ്തേക്കുക.